छोड़ के जाने की बातें किया ना करो. Hi guys, നമ്മൾ ആഫ്റ്റർ ലോങ് ടൈം എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഇപ്പോഴാണ് എല്ലാരും കൂടിയിട്ട് ഒരു കസിൻസ് ട്രിപ്പ് പറയുമ്പോ അത്ര വലിയ സ്ഥലങ്ങളൊന്നല്ല, ജസ്റ്റ് നമ്മളിവിടെ അടുത്തുള്ള സ്ഥലം. എന്നാലും നമുക്കിതൊരു വലിയൊരു സംഭവം തന്നെയാണ്. കുറേ കാലത്തെ ഗ്രൂപ്പിലെ ആ ഒരു ഡിസ്കഷന് ശേഷം നമ്മളെല്ലാരും കൂടിയിട്ട് ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് ഇറങ്ങി. കാരണം നമ്മളെപ്പോൾ പ്ലാൻ ചെയ്താൽ എന്തേലൊക്കെ ആയിട്ടൊന്ന് ഫ്ലോപ്പ് ആവാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും പോകുന്നുള്ള ആ മൈൻഡിൽ അങ്ങോട്ട് ഇറങ്ങിയതാണ്. 5 മണിക്ക് ഇറങ്ങാന്ന് വിചാരിച്ച് ഞങ്ങളാണ് 6:30 തന്നെ ഇറങ്ങി പോണത്. ഞങ്ങളവിടെ തന്നെ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ യാത്ര ചെയ്യാൻ തന്നെ ഉണ്ട്. അങ്ങോട്ട് എണീക്കാൻ നേരം വൈകിയോണ്ട് ഡ്രസ്സ് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. കാരണം ലേറ്റ് ആയല്ലോ, അപ്പൊ പിന്നെ ഇതൊന്നും ചെയ്യാനുള്ള ടൈം ഉണ്ടാവൂല. അപ്പൊ ഞങ്ങൾ എല്ലാതും ബാഗിൽ പാക്ക് ചെയ്തിട്ടാണ്. ഗൈസ് വഴി തെറ്റി, ഞങ്ങൾ പ്രോ ഡ്രൈവർ ആയോണ്ട് അങ്ങനെ ഒരു കഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് വേറെ വഴിയിലൂടെ പിന്നെ പോയത്. ഏതോ രാത്രി മഴച്ചിൽ മാളികയിൽ നീ എന്നെ തിരഞ്ഞു. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. അപ്പൊ അതിന്റെ വിശപ്പ് നല്ല ഉണ്ട്. കോമഡിയാണ് നമ്മളെ ട്രിപ്പല്ല നമ്മളെ ഈ ഒരു ഇത്. കാരണം ഫുള്ള് വഴി മാറിയിട്ട് അങ്ങോട്ട് ഇപ്പൊ ഒരാളോട് ചോദിച്ചിട്ടാണ് നമ്മള് പോണത്. ഇനി എവിടെ എത്തുമെന്ന് അറിയില്ല. അതുവരെ 30 മിനിറ്റ് ഇനി കാണിക്കുന്നുണ്ട്. സെലിബ്രിറ്റിയാണ് ഇതൊരു ഹായ് പറഞ്ഞു. അതടി സോന പപ്പടി, അത് മതിയുള്ളത് മതി, എല്ലാവർക്കും വേണമെന്ന് വേണ്ട. ഒരു സോന പപ്പടി ഇതാണത്ര. എന്താണ് സോനപ്പിടിയാ? സോനപ്പപ്പടി. വീണ്ടും നമ്മള് വഴി തെറ്റിയേക്കാം. നമ്മളിപ്പോ എത്രാമത്തെ തൊട്ടാണ് വഴി തെറ്റിയത്? ഞാനൊന്നും മിണ്ടേ ഇല്ല, കാരണം മിണ്ടി അവിടെ തല്ലാവും. അവിടെ ഒരാള് വലിയ ഡയലോഗ് അടിക്കണം. മാപ്പ് നോക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്നോട് ചോദിച്ചില്ല ഇതില് വഴിയാണെന്ന്. അപ്പൊ അവിടെ എഴുതിയിട്ട് കരിയത്തുംപാറ പറഞ്ഞിട്ട് കാര്യമില്ല, വഴി തെറ്റി നേരെ പോയിക്കോ. സോ നമ്മളിപ്പോ കരിയാത്തുംപാറ എത്തി. കുറേ ഫോട്ടോസ് എടുക്കണം നമുക്ക്, അതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. Look at the view guys, it's so good. ഏളം തെന്നലെ മഞ്ഞു പൂക്കളെ കുളിരോളമേ നിറവാന. ഇനി നമ്മളെ ആ ഭാഗത്തേക്കാണ് പോവാൻ നിൽക്കണം. പക്ഷെ ഈ വെള്ളം കിടക്കണം, അത് കുറച്ച് ടാസ്ക്കാണ്. പ്രശ്ന നമ്മള് ഇത്രയും വഴി തെറ്റി വന്നാൽ നമുക്ക് അതുവരെ പോവാൻ അത്ര വലിയ ഇഷ്യൂ ഉള്ളതല്ല. നല്ല തണുപ്പുണ്ട്. അവിടേക്കാ പോണത്. നല്ല ടാസ്ക് ആയിരുന്നു. അവിടുന്ന് വെള്ളത്തിൻ്റെ അവിടുന്ന് അപ്പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതിൽ അങ്ങോട്ട് പോയതാ. പിന്നെ നടുവിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് പറ്റിയ പണിയല്ലാന്ന്. കാരണം നമുക്ക് അവിടുന്ന് അങ്ങോട്ടും പോകാനും പറ്റില്ല, ഇങ്ങോട്ടും വരാൻ പറ്റില്ല. ഞാനാണെങ്കിൽ തിരിച്ച് പോണ്ടേ അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. കാരണം അടിയിൽ കല്ലുണ്ട്. അങ്ങനെ അവസാനം എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവിടെ എത്തി. മഴ പെയ്തു. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 12 മണി 12:30 ഒക്കെ ആയിക്കണം. പിന്നെ ഫുഡും കഴിച്ചിട്ടില്ലേന്. അപ്പം ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങുകയും ചെയ്തു. നല്ല സമൂസ ഉണ്ട്, നല്ല സമൂസ, ചൂടുണ്ട്. നല്ല ഒരു വ്യൂ നല്ല സ്ഥലത്ത് നോക്കാണ്ടിരുന്നത്. പക്ഷെ നല്ല സ്ഥലം കിട്ടില്ല.
സ്ഥലമൊക്കെ കഴിഞ്ഞു. ഒരു ടൈം ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് ഞങ്ങൾ നേരെ കോഴിക്കോടേക്കാണ് പിന്നെ വിട്ടത്. അപ്പോൾ വണ്ടിയിലിരുന്ന ചായയും കടിയൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് പോയത്. അവിടെ നിന്ന് നേരെ നമ്മൾ കോഴിക്കോട് വിട്ട് കോഴിക്കോട് നമ്മൾ സോഫിയും നല്ല മന്തിയും കഴിച്ച് പിന്നെ ഞങ്ങൾ മാളിൽ പോയി. ഹൈലൈറ്റ് മാൾ ബീച്ചിൽ പോകാനായിരുന്നു പ്ലാൻ, പക്ഷേ പിന്നെ വിചാരിച്ച് മാളിൽ പോകാമെന്ന് അങ്ങനെ മാളിലേക്കാണ് പോയത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു വ്ളോഗ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ലോങ് വീഡിയോ in my YouTube channel. So don't forget to subscribe. Bye.